പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ടൗൺ ഹാൾ ഞായറാഴ്ച മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മുൻ ചെയർപേഴ്സൺ കെ.ടി. നാരായണന്റെ പേരാണ് ടൗൺ ഹാളിന് നാമകരണം ചെയ്തത്. 11 കോടി രൂപ ചെലവഴിച്ച് ആധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് ടൗൺ ഹാൾ നിർമ്മിച്ചത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ പഴയ ടൗൺ ഹാൾ പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് പുതിയ ടൗൺ ഹാൾ നിർമ്മിച്ചത്. 2020 നഗരസഭയുടെ 25ാം വാർഷികത്തിൽ 25 വികസന പദ്ധതികൾക്ക് രൂപം നൽകിയിരുന്നു. ഈ 25 പദ്ധതികളിലെ പ്രധാനപ്പെട്ടൊരു പദ്ധതിയാണ് ആധുനിക ടൗൺ ഹാൾ. 1984 പെരിന്തൽമണ്ണ പഞ്ചായത്തായിരുന്ന കാലത്ത് നിർമ്മിച്ച പഴയ ടൗൺ ഹാൾ കാലപ്പഴക്കവും സൗകര്യക്കുറവും കാരണം മുൻ ഭരണസമിതി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കൺവെൻഷൻ സെന്റർ മാതൃകയിൽ ആധുനിക രീതിയിലാണ് ടൗൺ ഹാൾ നിർമ്മിച്ചത്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ.ടി. നാരായണന്റെ നാമധേയത്തിലാണ് ടൗൺ ഹാൾ അറിയപ്പെടുക. കെ.ടി. നാരായണൻ മെമ്മോറിയൽ ടൗൺ ഹാൾ ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. നജീബ് കാന്തപുരം എം.എൽ.എ, നഗരസഭാ ചെയർമാൻ പി ഷാജി, രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, വ്യാപാര സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 2 ഘട്ടങ്ങളിലായി അനുവദിച്ച 11 കോടി രൂപ ചെലവഴിച്ചാണ് ടൗൺ ഹാൾ പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 22,174 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ടൗൺ ഹാൾ കെട്ടിടം നിർമ്മിച്ചത്. ടൗൺ ഹാളിൻ്റെ നിരക്കും നിശ്ചയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ടൗൺ ഹാളാണ് പെരിന്തൽമണ്ണയിലെ ഒട്ടുമിക്ക പരിപാടികൾക്കെല്ലാം വേദിയായിരുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സദസ്സുകൾ, സെമിനാറുകൾ, വിവാഹം, ആഘോഷം തുടങ്ങിയ വിവിധ പരിപാടികൾ കൊണ്ട് പുതിയ ടൗൺ ഹാൾ സജീവമാകും. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.